നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ചേർപ്പ് മേഖലാ സമ്മേളനം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കുറുക്കഞ്ചേരി ചൊവ്വൂർ വളപ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള ആദിത്യദേവ്. MDMAയും കഞ്ചാവുമായി കണ്ടശാങ്കടവ് സ്വദേശികളായ 2 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞത് ക്ഷേത്രത്തിലെ മോഷണ കേസ്. വാർത്തകൾ വിശദമായി. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ചേർപ്പ് മേഖലാ സമ്മേളനം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമുക്ക് പലതും നേടാൻ സാധിക്കും. നമ്മളിപ്പോൾ ഛിന്ന ഭിന്നമായി മാറി നിൽക്കുന്നതുകൊണ്ട് പല ദോഷങ്ങളും നമുക്കുണ്ട്. പല കാര്യങ്ങളിലും നമ്മുടെ കലാപരിപാടികളുടെ അവതരണത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ക്ഷേമകാര്യങ്ങളിലായാലും ഏത് അത്യാവശ്യ ഘട്ടങ്ങളിലായാലും നമ്മുടെ ഐക്യം നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ ദോഷം നല്ലോണമുണ്ട്. അത് നമ്മൾ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് ഒരു കൊടുക്കയിൽ എല്ലാവരും അണിനിരക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ശക്തമായ സംഘടന എന്ന് സമൂഹം അംഗീകരിക്കും. അതുപോലെ തന്നെ കലാകാരന്മാരും അംഗീകരിക്കും. ആ അംഗീകാരം കൊണ്ട് നമുക്ക് സർക്കാർ തലത്തിലായാലും അല്ലെങ്കിൽ മറ്റ് അക്കാദമീയമായ കാര്യങ്ങളിലായാലും ഒക്കെ നമ്മുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാവും. ഇന്നിപ്പോൾ ആ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മളെ വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തത് നമ്മുടെ ശക്തി തെളിയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. അഗർവാൾ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് കലാകാരന്മാരുടെ ക്ഷേമത്തിനായി രൂപം നൽകിയ ഐകാർഡിന്റെ വിതരണോദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ പെരുവനം ഗോപാലകൃഷ്ണന് നൽകി നിർവഹിച്ചു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരുവനം സതീശൻ മാരാർ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് യദു എസ് മാരാർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് കൃഷ്ണപ്രസാദ്, ജിതിൻ കല്ലാറ്റ്, പെരുവനം ഉണ്ണി, മേഖലാ സെക്രട്ടറി അന്തിക്കാട് ആകാശ്, പെരുവനം അജിത്ത് എന്നിവർ സംസാരിച്ചു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. കുറുക്കഞ്ചേരി ചൊവ്വൂർ വളപ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള ആദിത്യദേവിനെയാണ് അറസ്റ്റ് ചെയ്തത്. യുവതിയുടെ കൂടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന ആദിത്യദേവ് യുവതിയുടെ വീട്ടിലും തുടർന്ന് സ്വന്തം വീട്ടിലുമാണ് നിരവധി തവണ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. പിന്നീട് യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. യുവതിയുടെ പരാതി പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്ത യുവാവിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. MDMAയും കഞ്ചാവുമായി കണ്ടശാങ്കടവ് സ്വദേശികളായ 2 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞത് ക്ഷേത്രത്തിലെ മോഷണ കേസ്. കണ്ടശാങ്കടവ് കാരമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെളുത്തൂർ ചെത്തിക്കാട്ടിൽ 20 വയസ്സുള്ള വിഷ്ണു സാജൻ, കണ്ടശാങ്കടവ് പടിയം വാടകൽ വീട്ടിൽ VS വിഷ്ണു എന്നിവരെയാണ് SI അരിസ്റ്റോട്ടലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി കണ്ടശാങ്കടവ് ബോട്ട് ചെട്ടിക്ക് സമീപത്തെ പാർക്കിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് പാന്റിന്റെയും ഷർട്ടിന്റെയും കീശയിലും ദേഹത്ത് ഒളിപ്പിച്ച നിലയിൽ 1.50 ഗ്രാം MDMAയും 13.75 ഗ്രാം കഞ്ചാവും കണ്ടെത്തിയത്. ബൈക്കും കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ വാഹനത്തിന്റെ നമ്പർ പരിശോധിച്ചുള്ള അന്വേഷണത്തിൽ ഇവർ കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ തൊയ്ക്കാവിൽ നടത്തിയ ക്ഷേത്ര കവർച്ചയിലെയും പ്രതികളാണെന്ന് കണ്ടെത്തി. കാളിയങ്കലിലെ വേലിയകത്ത് രുദ്രമാല ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണമാലയും താലിയുമാണ് കവർന്നത്. വ്യാഴാഴ്ച രാവിലെ 7 ബൈക്കിലെത്തിയ ഇരുവരും ക്ഷേത്രനട അടയ്ക്കാൻ ഒരുങ്ങിയ പൂജാരി വിപിനോട് നട അടയ്ക്കരുതെന്നും തങ്ങളുടെ മാതാപിതാക്കൾ ദർശനത്തിനുടൻ വരുമെന്നും അറിയിച്ചു.
ഇതോടെ പൂജാരി അടുത്ത വീട്ടിലേക്ക് മൊബൈൽ എടുക്കാൻ പോയി തക്കം നോക്കി ഇരുവരും ക്ഷേത്രത്തിനകത്ത് കയറിയാണ് കവർച്ച നടത്തി സ്ഥലം വിട്ടത്. പരാതി പ്രകാരം പാവർട്ടി പോലീസ് സമീപത്തെ കടയിലെയും പരിസരത്തെയും CCTV ക്യാമറകളും പരിശോധിച്ചപ്പോഴാണ് ഇരുവരെയും തിരിച്ചറിഞ്ഞത്. പിടിയിലായവരിൽ ഒരാൾ കാലിൽ പ്ലാസ്റ്റർ ധരിച്ചിരുന്നു. ഇതാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായമായത്. മോഷണം നടന്ന ക്ഷേത്രത്തിലെ പൂജാരി അന്തിക്കാട് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു. ക്ഷേത്രത്തിലെത്തിയത് ഇവർ തന്നെയാണെന്ന് പൂജാരി തിരിച്ചറിഞ്ഞു. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ കുറ്റം സമ്മതിച്ചു. വിവരം അറിയിച്ചതോടെ പാവർട്ടി പോലീസും അന്തിക്കാടും എത്തിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ SI ജോസി, ASI ചഞ്ചൽ, CPOമാരായ സനിൽകുമാർ, കൃഷ്ണകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ ബാങ്ക് കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ റോഡിൽ നിന്നും പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകന് നേരെ കയ്യേറ്റവും വധഭീഷണിയും. TCV ലേഖകനും പുതുക്കാട് പ്രസ് ക്ലബ് പ്രസിഡന്റുമായ സരീഷ് വരന്തരപ്പിള്ളിക്ക് നേരെയാണ് ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവ് കയ്യേറ്റവും വധഭീഷണിയും ഉയർത്തിയത്. ശനിയാഴ്ച രാവിലെ 11:30 സംഭവം. ബാങ്ക് കെട്ടിടത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ റോഡിൽ നിന്ന് പകർത്തുന്നതിനിടെ ബാങ്ക് സെക്രട്ടറിയുടെ ഭർത്താവ് സന്തോഷാണ് പ്രകോപിതനായത്. വീഡിയോ എടുക്കരുതെന്നും വാർത്ത കൊടുത്താൽ നാളെ പുതുക്കാട് കാണില്ലെന്നും നിന്നെ തീർത്തു കളയുമെന്നായിരുന്നു സന്തോഷിന്റെ ഭീഷണി. അതോടൊപ്പം സരീഷിന്റെ കഴുത്തിൽ കയറി പിടിക്കുകയും തിരിച്ചറിയൽ കാർഡ് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ സരീഷ് പുതുക്കാട് പോലീസിൽ പരാതി നൽകി. മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചതിൽ കേരള ജേർണലിസ്റ്റ് യൂണിയനും പുതുക്കാട് പ്രസ് ക്ലബും പ്രതിഷേധിച്ചു. താനം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ 36-ാം നമ്പർ അനശ്വര സ്മാർട്ട് അംഗൻവാടി സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഒരു കോൺട്രാക്ടറെ കണ്ടുപിടിച്ച് അത് ഏറ്റെടുത്ത് ഒരു വർക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ MP ഫണ്ടായാലും MLA ഫണ്ടായാലും ഒക്കെ എടുക്കാനായിട്ട് കോൺട്രാക്ടർമാര് വേഗം തന്നെ വരും. എന്നാൽ നമ്മുടെ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പിന്റെ ഫണ്ട് വെച്ചിട്ടൊക്കെ നമ്മള് അംഗനവാടികൾ പൂർത്തീകരിക്കാൻ നോക്കിയാല് അംഗനവാടിയുടെ ഫണ്ട്, അതായത് തൊഴിലുറപ്പിന്റെ ഫണ്ട് കിട്ടാൻ വളരെയേറെ വൈകും എന്നുള്ളത് കൊണ്ട് കോൺട്രാക്ടർമാർ എടുക്കാനായിട്ട് വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമാണ് പല അംഗനവാടികളും നമ്മൾ ഫണ്ട് വെച്ചിട്ട് ഇപ്പോഴും എടുക്കാത്തൊരു സാഹചര്യമുണ്ട്. തൊഴിലുറപ്പിന്റെ പൈസ ഇപ്പൊ നമ്മൾ തൊഴിലാളികൾക്ക് എങ്ങനെയാണോ കിട്ടുന്നത് വളരെ വൈകിട്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ തൊഴിലുറപ്പിന്റെ കെട്ടിടം, അംഗനവാടി കെട്ടിടത്തിന്റെ പൈസ കിട്ടുക എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ അംഗനവാടിക്ക് ഇതുപോലെ തന്നെ തൊഴിലുറപ്പിലൂടെ ഫണ്ട് വെച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും ഡിപ്പാർട്ട്മെന്റ് ഫണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ടെൻഡർ ടു റീടെൻഡർ ടു കൊട്ടേഷൻ ടു ആരും എടുത്തില്ല. ഇപ്പൊ ആ വർക്കുകള് ബ്ലോക്ക് മുഖേന ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ തൊഴിലുറപ്പിന്റെ വർക്കുകളെല്ലാം. തൊഴിലുറപ്പിന്റെ അടുത്ത് തന്നെ അതിന്റെ കുറേയേറെ വർക്കുകൾ താനും പഞ്ചായത്തിൽ നമ്മൾ ടെൻഡർ ഇടാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ടെൻഡർ എടുത്ത് കഴിഞ്ഞാൽ അത് ഞങ്ങൾ നിരന്തരം കോൺട്രാക്ടർമാരുടെ യോഗങ്ങൾ വിളിക്കുകയും അവരോട് നിരന്തരം പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും അവര് എടുക്കാമെന്ന് പറയും, എടുക്കുന്നില്ല എന്ന് പറയില്ല, എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് എസ്റ്റിമേറ്റ് നോക്കുമ്പോൾ അതിൽ അവർക്ക് ലാഭം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. മുൻ MP TN പ്രതാപന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 30.5 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് അംഗൻവാടിയാണ് സമർപ്പിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ആന്റോ തുറയൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷൈനി ബാലകൃഷ്ണൻ, ഷീജ സദാനന്ദൻ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MK ചന്ദ്രൻ, നിഷ പ്രവീൺ, രതി അനിൽകുമാർ, ICDS ഓഫീസർ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് AE വിഷ്ണു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സനിത രാജൻ, മീന സുനിൽ, രഹന പ്രജു, സതി രംഗൻ, നിമ്മി പ്രേംലാൽ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ കോൺട്രാക്ടർ സുബിനെ മൊമെന്റോ നൽകി ആദരിച്ചു. നാട്ടിക ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. മുൻപത്ത് നിന്ന് മത്സ്യബന്ധനത്തിനിറങ്ങിയ ഫീനിക്സ് എന്ന ബോട്ടാണ് നാട്ടിക ബീച്ചിന് തെക്ക് നാഗയക്ഷി ക്ഷേത്രത്തിന് സമീപം കരയിലേക്ക് കയറിയത്. ഇന്ന് പുലർച്ചെ 3:30 സംഭവം. 14 തൊഴിലാളികളാണ് ബോട്ടിൽ ഉണ്ടായിരുന്നത്. ഷാങ്ക് ഉറങ്ങിയതിനെ തുടർന്ന് ദിശ തെറ്റി ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പറയുന്നു. നടൻ മുകേഷിനെതിരെ തൃശൂരിലും കേസ്. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്.
വടക്കാഞ്ചേരിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചെന്നും കിടക്കയിലേക്ക് തള്ളിയിട്ടെന്നുമാണ് നടിയുടെ മൊഴി. വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. തുടർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറും. ചാലക്കുടി കൊന്നക്കുഴിയിൽ വീടിനുള്ളിലെ ഗ്യാസ് സിലിണ്ടറിൽ നിന്നും പൊള്ളലേറ്റ് യുവാവ് മരിച്ചു. തണ്ടേപ്പുള്ളി വീട്ടിൽ 35-കാരൻ അരുണാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 6 മണിയോടെ മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. വീടിനുള്ളിലെ സാധന സാമഗ്രികൾ കത്തി നശിച്ചിരുന്നു. കനത്ത ചൂടിൽ ടൈലുകളും പൊട്ടിയടർന്നു. ഗുരുതരമായി പൊള്ളലേറ്റ യുവാവ് ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് മരണത്തിന് കീഴടങ്ങിയത്. അതേസമയം തീപിടുത്തം ഉണ്ടാകാനിടയായ സാഹചര്യത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ്. പാലിശ്ശേരി താഴത്തേക്കാട്ടിൽ 59 വയസ്സുള്ള ഭാസി നിര്യാതനായി. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6695 രൂപ, പവന് 53,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ചേർപ്പ് മേഖലാ സമ്മേളനം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ച യുവാവിനെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് കുറുക്കഞ്ചേരി ചൊവ്വൂർ വളപ്പിൽ വീട്ടിൽ 22 വയസ്സുള്ള ആദിത്യദേവ്. MDMA-യും കഞ്ചാവുമായി കണ്ടശാങ്കടവ് സ്വദേശികളായ 2 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ തെളിഞ്ഞത് ക്ഷേത്രത്തിലെ മോഷണ കേസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.